സ്വർണ്ണക്കൊള്ള സംബന്ധിച്ച അന്വേഷണം എത്രയും വേഗം പൂർത്തീകരിക്കാനാണ് ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇടക്കാല ഉത്തരവിലാണ് ഇത് സംബന്ധിച്ച് നിർദ്ദേശമുള്ളത്. സന്നിധാനത്തെ വാതിൽ പാളികൾ ഉൾപ്പെടെയുള്ള സ്വർണ്ണപ്പണികളിൽ വലിയ കൃത്രിമം നടന്നു എന്നാണ് കോടതി നിരീക്ഷിക്കുന്നത്. സ്വർണ്ണപ്പാളികൾ മാറ്റി സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന സംശയം ബലപ്പെടുത്തുന്നതാണ് VSSC സമർപ്പിച്ച പ്രാഥമികമായ റിപ്പോർട്ട്. നിലവിലുള്ള പാളികൾ പുതിയതാണോ അതോ പഴയതാണോ എന്ന് ശാസ്ത്രീയമായി കണ്ടെത്തേണ്ടതുണ്ടെന്നും കോടതി വ്യക്തമാക്കി. കുറ്റകൃത്യം നടപ്പിലാക്കിയ രീതി ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടു കഴിഞ്ഞു. എന്നാൽ അന്വേഷണത്തെ ബാധിക്കുമെന്നതിനാൽ ഇതിന്റെ സാങ്കേതിക വിവരങ്ങൾ ഇപ്പോൾ പുറത്തുവിടാനാകില്ലെന്ന് കോടതി വ്യക്തമാക്കുകയും ചെയ്തു. പരിശോധന നടത്തിയ VSSCയിലെ സാങ്കേതിക വിദഗ്ധരുടെ മൊഴി വിശദമായി രേഖപ്പെടുത്താൻ കോടതി പ്രത്യേക അന്വേഷണ സംഘത്തിന് നിർദ്ദേശം നൽകി. റിപ്പോർട്ടിലെ സാങ്കേതികമായ കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തത വരുത്തുന്നതിനാണ് ഈ നീക്കം. ആവശ്യമെങ്കിൽ മറ്റ് ഉന്നത സാങ്കേതിക വിദഗ്ധരുടെ സഹായം തേടാനും കോടതി അനുമതി നൽകിയിട്ടുണ്ട്. കേസിന്റെ വ്യാപ്തി വ്യക്തമാക്കുന്ന വിവരങ്ങളാണ് SIT കോടതിയെ അറിയിച്ചത്. നിലവിൽ 16 പ്രതികൾ ജുഡീഷ്യൽ കസ്റ്റഡിയിലാണ്. ഇനിയും കൂടുതൽ പ്രതികളെ പിടികൂടാനുണ്ട്. കവർച്ചയ്ക്ക് ശേഷം ഉരുക്കി മാറ്റിയ സ്വർണം കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് അന്വേഷണ സംഘം. പ്രതികൾ അവിഹിതമായി സമ്പാദിച്ച സ്വത്തുക്കൾ കണ്ടെത്താൻ അവരുടെ ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിച്ചു. സന്നിധാനത്ത് ഇന്നും വീണ്ടും വിശദമായ പരിശോധന നടത്താൻ SITക്ക് കോടതി അനുമതി നൽകിയിരുന്നു. വാതിൽ പാളികൾ കൃത്യമായി അളക്കും. പഴയ വാതിലുകളും പരിശോധനയ്ക്ക് വിധേയമാക്കും. ഓരോ സ്വർണ്ണപ്പാളിയുടെയും പഴക്കവും ഗുണനിലവാരവും ശാസ്ത്രീയമായി വിലയിരുത്തുകയും ചെയ്യും. ക്ഷേത്ര സ്വത്തുക്കൾ സംരക്ഷിക്കുവാൻ ബാധ്യസ്ഥരായവർ തന്നെ ഇത്തരം നീക്കങ്ങൾക്ക് പിന്നിലുണ്ടോ എന്ന കാര്യത്തിൽ കോടതി ആശങ്ക രേഖപ്പെടുത്തി. ഇത് വെറുമൊരു മോഷണമല്ലെന്നും ആസൂത്രിതമായ ഒരു കവർച്ചയുടെ സൂചനകളാണ് രേഖകളിൽ ഉള്ളതെന്നും കോടതി നിരീക്ഷിച്ചു. ഫെബ്രുവരി 9 കേസ് ഹൈക്കോടതി വീണ്ടും പരിഗണിക്കും.